വെള്ളിയാഴ്ച രാവും പകലും പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള നിമിഷങ്ങളാണ് അല്ലേ? അള്ളാഹു റബ്ബുൽ ആലമീൻ്റെ നാമങ്ങൾ, ഇസ്മുകൾ കൊണ്ട് നിറഞ്ഞ അതിവിശിഷ്ടമായ അത്ഭുതം നിറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട്. ഈ ദുആ ചെയ്ത് നിങ്ങൾ എന്തു ചോദിച്ചാലും അള്ളാഹു തരും. പലപ്പോഴും നമ്മൾ ദുആ ചെയ്യുമ്പോൾ സ്വീകരിക്കപ്പെടാതെ പോകുന്നത് 10 കാര്യങ്ങൾ കൊണ്ടാണ്. അതെന്താണെന്നും കൂടെ മനസ്സിലാക്കിയിട്ട് ദ്വാരം നോക്കിയേ, അള്ളാഹ് നമ്മളെ അങ്ങ് ഏറ്റെടുക്കും. ഉൾക്കൊള്ളാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബർക്കത്തുണ്ട്. ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സങ്കടങ്ങളൊക്കെ തീർത്ത് തന്ന് അവൻ നമ്മളെ ഹാപ്പിയാക്കട്ടെ. എല്ലാവരും ഹാപ്പി ആകണം കേട്ടോ. എന്തോരം വേദനകളാണ് ഉസ്താദി മനസ്സിൽ, സങ്കടങ്ങളാണ്, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞവരുണ്ട്. എന്തിനാ സങ്കടപ്പെടണേ? ഉദ്ഉനി അസ്തജിബ് ലക്കും, എന്നോട് ചോദിച്ചോ ഞാൻ തരാം. അപ്പോൾ എങ്ങനെ ചോദിക്കണം എന്നൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ആദ്യം അള്ളാഹിനെ ചോദിക്കണം, എന്നിട്ട് പിന്നെ അള്ളാഹ്ക്കുള്ളതൊക്കെ നമുക്കുള്ളതല്ലേ അല്ലേ? ചോദിക്കേണ്ടത് പോലെ ചോദിച്ചാൽ അള്ളാഹു തരുന്നവനാണെന്നാണ്. അപ്പോൾ ഇന്ന് നമുക്കൊരു പ്രാർത്ഥന പഠിക്കണം. ഇത് അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങളും ഔലിയാക്കളും ഒക്കെ പതിവാക്കിയിരുന്നൊരു പ്രാർത്ഥനയാണ്. അതായത് വല്ലാത്തൊരു ദുആ, അള്ളാഹു റബ്ബുൽ ആലമീൻ്റെ ഇസ്മുകൾ നിറഞ്ഞ ദുആയാണ്. അതിൽ അള്ളാഹുവിൻ്റെ ഇസ്മുൽ അഅ്ലമാണ് അതിലുള്ളത് എന്ന് പോലും ചില മഹത്തുക്കൾ ഉസ്താദുമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ചൊല്ലിയാലുള്ള ഗുണം എന്താണ്? നമ്മുടെ ഈമാൻ ഉറയ്ക്കാനത് കാരണമാണെന്നാണ്. പലപ്പോഴും നമ്മൾ പുത്തൻ വാദങ്ങളിലേക്ക്, യുക്തിവാദങ്ങളിലേക്കൊക്കെ പെട്ടുപോകുന്നുണ്ട്. അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഈ ദുആ പതിവാക്കുന്നവർക്ക് കഴിയുമത്രേ. അതുപോലെ ആരോഗ്യം ലഭിക്കാൻ, പടച്ചോൻ്റെ ഒരു കാരുണ്യം കൊണ്ട് ആരോഗ്യം വേണ്ടേ നമുക്ക്? മറ്റൊരാളുടെ സഹായം ഇല്ലാതെ മരിക്കുന്നത് വരെ ഒന്ന് ബാത്റൂമിൽ പോകാൻ, ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ മക്കൾ പോലും അറപ്പോടെ വെറുപ്പോടെ നോക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഒരിക്കലും മക്കളെ അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. ഉമ്മ എങ്ങാനും കിടക്കപ്പായിൽ കിടന്നിട്ട് മൂത്രമൊഴിക്കുന്നൊരവസ്ഥ ഉണ്ടായിട്ട് മക്കളെ, അല്ലെങ്കിൽ പൊന്നുമോളെ, അല്ലെങ്കിൽ പൊന്നുമോനെ, നിൻ്റെ മനസ്സിൽ അറപ്പും വെറുപ്പും തോന്നുന്നുണ്ടെങ്കിൽ ഇതുപോലെ നീയും കിടക്കൂട്ടോ, ഇതിലപ്പുറമായിരിക്കും നിൻ്റെ അവസ്ഥ. അങ്ങനെ തോന്നരുത്. നമ്മുടെ ഉമ്മയാണ്. നമ്മുടെ ഉമ്മ നമ്മൾ എത്രയോ തവണ 1ഉം 2ഉം ഒക്കെ ഓടി നടന്നു പോയിട്ടുണ്ട് അല്ലേ? അപ്പോഴൊക്കെ ഒരു അറപ്പും വെറുപ്പും ഇല്ലാതെ വൃത്തിയാക്കി തന്ന പൊന്നുമ്മാക്ക് അങ്ങനെ ഒരു പരീക്ഷണം വരുമ്പോൾ മക്കളെ, നമ്മുടെ മനസ്സിൽ അറപ്പ് വരില്ല കേട്ടോ. അള്ളാഹ് വെറുതെ വിടൂല. ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. മനസ്സിലായോ? പക്ഷെ നമ്മളെപ്പോഴും ദ്വാരക്കേണ്ടത്, പടച്ചോനെ അർദലുൽ ഉംറിലേക്ക് എത്തിക്കല്ലേ അല്ലാഹ്. മറ്റൊരാളുടെ ആശ്രയം അല്ലേ? ഒന്ന് കുളിക്കാൻ, ഒന്ന് ബാത്റൂമിൽ പോയിരുന്നിട്ട് കഴുകണമെങ്കിലും മറ്റൊരാളുടെ സഹായം വേണ്ടി വരുന്നൊരവസ്ഥ. അങ്ങനെ ഒരവസ്ഥയിലേക്ക് എത്തിക്കല്ലേ അല്ല, ഇട്ട് നരകിപ്പിക്കല്ലേ അല്ല അല്ലേ? മുത്തുനബി ദ്വാരന്നിരുന്നു അർദലുൽ ഉംറിലേക്ക് എത്തിക്കല്ലേ എന്ന്. അപ്പം അങ്ങനെ ഒരു അവസരം വരാണ്ടിരിക്കാനൊക്കെ ഈ ദുആ പതിവാക്കുന്നവർക്ക് കഴിയും എന്നുള്ളതാണ്. ഏതാണ് ആ പ്രാർത്ഥന, എന്നിട്ട് അതിൻ്റെ മഹത്വം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒന്ന് നോക്കിയേ. ബിസ്മില്ലാഹ്. അല്ലാഹുമ്മ അൻതൽ മജീദ് വ അൻതൽ വദൂദ് വ അൻതൽ മുജീബ് وأنت اللطيف اللهم ارحمنا واهدنا وعافنا. വല്ലാത്തൊരു മനോഹരമായ ദുആയാണ്. അല്ലാഹുമ്മ, അല്ലാഹുവേ, അൻതൽ മജീദ്, നീയേറെ മഹത്വമുള്ളവനാണല്ല. മജീദ് എന്ന അല്ലാഹുവിൻ്റെ നാമം. വ അൻതൽ വദൂദ്, അടിമകളോട് സ്നേഹമുള്ള പടച്ചോനെ അല്ലേ? ഉമ്മയേക്കാൾ, ഉപ്പയേക്കാൾ. ചില മഹത്തുക്കൾ പറഞ്ഞത് കാണാം, 70 ഉമ്മയേക്കാൾ സ്നേഹം അള്ളാഹ്ക്ക് നമ്മളോടുണ്ടെന്നാണ്. ഒരു ഉമ്മാൻ്റെ സ്നേഹം വർണ്ണിക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റുമോ? പറ്റൂല. 70 ഉമ്മയേക്കാൾ സ്നേഹം കരുണക്കടലായ റബ്ബിന് നമ്മളോടുണ്ട് എന്നാണ് അല്ലേ? എത്രയോ തവണ നമ്മളിങ്ങനെ കുഞ്ഞുങ്ങളാവുമ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കി, ചെറിയ കുട്ടി അവിടെ മൂത്രമൊഴിക്കും, ഇവിടെ മൂത്രമൊഴിക്കും, ഇപ്പുറത്ത് മൂത്രമൊഴിക്കും, ഇപ്പുറത്തുനിന്ന് അപ്പിയിടും. ഉമ്മാക്ക് വല്ല അറപ്പും വെറുപ്പുണ്ടോ? ഇല്ലടോ. നീ എന്തോരം തെറ്റ് ചെയ്താലും നിനക്ക് പുറത്തു തരുന്നതിൽ അള്ളാഹ്ക്ക് ഒരു അറപ്പും വെറുപ്പില്ല. പഠിച്ചോ, നിനക്ക് പുറത്തു തരൂലേ? നീ ഒന്ന് എൻ്റെ റബ്ബേ എന്ന് മനസ്സറിഞ്ഞൊന്ന് വിളിച്ചാൽ മതി, അള്ളാഹ് പുറത്തു തരും. എൻ്റെ റബ്ബേ എന്നുള്ളൊരു വൈകാരികത ഉണ്ടല്ലോ. ഏത്? എൻ്റെ ഉമ്മ എന്ന് പറയുമ്പോഴൊരു വൈകാരികത, എൻ്റെ റബ്ബ്, എൻ്റെ അള്ളാഹ്, എൻ്റെ പടച്ചോൻ എന്ന് പറയുമ്പോൾ ഉണ്ടാകണം. അത് വല്ലാത്തൊരു ഫീലാണ്. ഓക്കെ. അപ്പോൾ അല്ലാഹുമ്മ അൻതൽ മജീദ് വ അൻതൽ വദൂദ്, സ്നേഹമുള്ളവനായ അല്ലാഹ്. വ അൻതൽ മുജീബ്, അടിമകൾ ചോദിക്കുന്നതിന് ഉത്തരം തരുന്നവനാണവൻ. ചോദിക്കേണ്ടതുപോലെ ചോദിച്ചാൽ അള്ളാഹ് ഉത്തരം തരും. അള്ളാഹ് ചില ഭർത്താക്കന്മാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത്
ഭാര്യമാർ ചോദിക്കുന്നതൊക്കെ കൊടുക്കൂല. ചിലപ്പോൾ ഭാര്യ ചോദിക്കുന്നത് വളരെ ഇഷ്ടമായിരിക്കും അവന്. എൻ്റെ പ്രിയപ്പെട്ടവൾ എന്നോട് ചോദിക്കണത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അള്ളാഹ്ക്ക് അടിമ ചോദിക്കുന്നത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഭാര്യ ഭർത്തൃ ബന്ധം മനസ്സിലാക്കിയാൽ തന്നെ അള്ളാഹിനെ കുറിച്ച് നമുക്ക് തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതാണ്. അള്ളാഹു ഉൾക്കൊള്ളാൻ തൗഫീഖ് ചെയ്യട്ടെ. വഅൻതൽ ലത്തീഫ്, അടിമകളോട് മയമുള്ളവനാണവൻ. മയമുള്ളവനാണ് റബ്ബ്. എന്നിട്ടോ അല്ലാഹുമ്മ റഹംന, പടച്ചോനെ ഞങ്ങളോട് കരുണ ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ കച്ചവടത്തിൽ, ഞങ്ങളുടെ ജോലിയിൽ, ഞങ്ങളുടെ മക്കളിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ. റഹ്മാൻ, വല്ലാത്ത കാരുണ്യമുള്ളവനല്ലേ അവൻ. മക്കളില്ലാന്ന് സങ്കടപ്പെടുന്നവരെ നിങ്ങൾ ഈ ഇസ്മു പതിവാക്കിക്കോ, യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ. അള്ളാഹ് അവൻ്റെ വിധി മാറ്റിമറിച്ചിട്ട് നിങ്ങൾക്ക് മക്കളെ തരും. ചരിത്രമുണ്ട് സയ്യിദുന മൂസ അലൈഹിസ്സലാമിൻ്റേത്. നമ്മളത് മുമ്പ് പറഞ്ഞതാണ്. വീണ്ടും ഒരുപാട് സഹോദരിമാർ താഴെ ചോദിക്കുന്നുണ്ട്, ഉസ്താദെ മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് ചൊല്ലാൻ എന്തെങ്കിലും തരണേ എന്നാണ്. എടോ, അള്ളാഹനെ കരുണക്കടലായ റബ്ബിനെ വിളിക്കുക, യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ. കഴിയുന്നത്ര ചൊല്ലിയിട്ട് അള്ളാഹിനോട് ചോദിക്കും, പടച്ചോനെ മക്കളെ തരണേ അല്ലാ, മക്കളെ തരണേ അല്ല. അവൻ തരും. അവൻ്റെ വിധിയിൽ നിങ്ങൾ പ്രസവിക്കില്ല എന്നാണെങ്കിൽ പടച്ചോൻ ആ വിധി മാറ്റിയിട്ട് നിങ്ങൾക്ക് മക്കളെ തരും. അർഹമുറാഹിമായ റബ്ബിനെ വിളിക്ക്. വഹ്ദിന, ഞങ്ങൾക്ക് ഹിദായത്ത് നൽകണേ അല്ല. വആഫിന, ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണേ അല്ല. മനസ്സിലായോ? നമ്മൾ എന്ത് ദുആയിരുന്നാലും അഞ്ചാലൊന്ന് സംഭവിക്കും. ഒന്ന്, ഇഖ്ലാസോടെയാണ് ദുആയെങ്കിൽ കേട്ടോ. ഒന്ന്, ദുആയിന് ഉത്തരം അപ്പം തന്നെ കിട്ടും. രണ്ട്, അള്ളാഹ് ഉടനെ തരില്ല. നമുക്ക് ആവശ്യമായ സമയത്ത് അള്ളാഹ്ക്ക് ഏതാണെന്നറിയാം, അള്ളാഹ് തരും. ഞാനെപ്പോഴും പറയാറുണ്ട്, അള്ളാഹ് നമ്മൾ ചോദിക്കുന്നതൊക്കെ തരുന്നവനല്ല, നമുക്ക് ഗുണം എന്താണോ അത് തരുന്നവനാണ്. ചിലപ്പോൾ നമ്മൾ ചോദിക്കുന്നത് നമുക്ക് ഗുണമില്ല എന്ന് ആർക്കറിയാം? അള്ളാഹ്ക്കറിയാം. മനസ്സിലായോ? നമുക്കത് മനസ്സിലാവുണ്ടാവില്ല. പക്ഷെ അള്ളാഹ് അത് വേറൊരു സമയത്ത് വേറെ നിലക്ക് തരും. ഇനി മൂന്നാമത്തേത്, അതിന് പകരം മറ്റെന്തെങ്കിലും തരും. നിനക്ക് ആ സംഗതിയിൽ ഗുണമില്ലടാ, അതുകൊണ്ട് വേറെ സാധനം തരും. നാലാമത്തേത്, നമ്മളാ ചോദിച്ചത് തരില്ല. ചോദിച്ചത് കൊണ്ട് എന്ത് ചെയ്യും? വേറൊരു അപകടത്തെ അള്ളാഹു നമ്മിൽ നിന്നും മാറ്റിക്കളയും. മനസ്സിലായോ? ഓ, ഞാനിപ്പോൾ ബസ് ഇടിക്കുമെന്ന് കരുതിയിടി, പക്ഷേ രക്ഷപ്പെട്ടു. നിങ്ങൾ ചിലപ്പോൾ മുമ്പ് പടച്ചോനെ കടം വീട്ടണേ എന്ന് ചോദിച്ചാൽ ആ ദുആ ഉണ്ടല്ലോ, കടം വീട്ടിത്തരണേ എന്ന് പറഞ്ഞാൽ ആ ദുആ കൊണ്ട് ചിലപ്പോൾ അന്ന് കടം വീടിയിട്ടുണ്ടാവില്ല. കാരണം അന്ന് കടം വീടൽ നിനക്ക് ഹൈറല്ല എന്ന് അള്ളാഹ്ക്കറിയാം. അപ്പോൾ ആ ദുആ ചെയ്തത് കൊണ്ടുള്ള മറ്റൊരു പ്രതിഫലമാണെന്ത്? ഇപ്പോൾ നീ ആ ബസ്സിൻ്റെ ഇടയിൽ നിന്ന് രക്ഷപ്പെട്ടത്. മനസ്സിലായോ? മറ്റൊന്നും അല്ല ഇവിടെ ഒന്നും പ്രതിഫലം തരുമില്ല, ആഖിറത്തിലേക്ക് മാറ്റി വെക്കും. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഈ പ്രതിഫലമൊക്കെ കാണുമ്പോൾ നമ്മൾ ചോദിക്കും, പടച്ചോൻ ഇത്ര പ്രതിഫലം കിട്ടുമായിരുന്നെങ്കിൽ ദുനിയാവിൽ എൻ്റെ ഒരു ദുആക്ക് ഉത്തരം തരണ്ടായിരുന്നല്ല, എല്ലാം ഇങ്ങോട്ട് വെച്ചോടായിരുന്നില്ലേ പടച്ചോനെ? ഇപ്പം നമുക്കത് മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ദുആ ചെയ്യുമ്പോൾ അതിനുള്ള സന്ദർഭങ്ങളും കൂടെ നോക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കടന്നു വരുന്നത് വെള്ളിയാഴ്ച രാവും പകലും ഒക്കെയാണ്. വെള്ളിയാഴ്ച രാവും പകലും ഒന്നും നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. അപ്പോഴും സൂറത്തുൽ കഹ്ഫ് ഓതുക. സൂറത്തുൽ കഹ്ഫ് ഏത് ഖുർആനിലൊരു ആയത്ത് അല്ലെങ്കിൽ ഒരു സൂറത്ത് ഓതിയാൽ, ഇപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മൻ ഖറഅൽ ഖുർആന സുമ്മ ദഅ, അല്ലേ? ഒരാൾ ഖുർആൻ ഓതി എന്നിട്ട് ദുആ ഇരുന്നാൽ 4000 മലക്കുകൾ ആമീൻ പറയാനുണ്ടാവുന്നതാണ്. ഇമാമിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ പറഞ്ഞു ഖുർആൻ മുഴുവൻ ഓതി ഖത്തം തീർത്താലാണ് അങ്ങനെ മലക്കുകൾ ആമീൻ പറയുക. അല്ല, ചിലർ പറഞ്ഞു ഒരു സൂറത്താണെങ്കിൽ ഒരു സൂറത്ത് അത് മതി, അത് ഓതിയിട്ട് ദ്വാരുന്നാൽ യാസീൻ ഓതി ദ്വാരക്കുമ്പോൾ നല്ല നീയത്തിൽ യാസീൻ ഓതണം. നമ്മൾ വേറെ കഥയും പറഞ്ഞ് മൊബൈലൊക്കെ നോക്കിയിരുന്നില്ലേ, യാസീൻ അൽ ഖുർആനിലേക്ക് പിന്നെ അങ്ങനെയാണ് ഓതിക്കേണ്ട ഒരു കാര്യമില്ല. ആർക്കും വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ഓതണത് ഫോണിലായിരിക്കും കണ്ണ്, അല്ലെങ്കിൽ വേറെ ഇതിലായിരിക്കും, പണിയിലായിരിക്കും. ഇവിടെ ഖുർആനാണ് ഓതണത്, അള്ളാൻ്റെ കലാമാണ്. അതിനെ ആദരിച്ച് ബഹുമാനിച്ച് തന്നെ ഓതണം. അതിൻ്റെ ഇടയിൽ പിള്ളേരെ തല്ലാനും പോകും, പിള്ളേരെ വെച്ചെടുക്കണമെങ്കിൽ ഇല്ലേ, എന്താണ് ഫീ ളലാലി മുബീൻ, ഓ ളലാലി മുബീൻ എന്നൊക്കെ പറഞ്ഞിട്ട് 2 ഇടിയൊക്കെ കൊടുക്കും, പിള്ളേരിട്ട് തട്ടിക്കും ഇല്ലേ. ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ പോയപ്പോഴാണ് കുറച്ചാണ് അതൊരു വീട്ടിൽ പോയപ്പോഴത്തേക്കും വാപ്പ ചെറിയ മക്കളെ വഴക്ക് പറയുന്നത് പഠിക്കാത്തതിന്, വൈകുല്ലമ്മ എന്താ പറയണത്? ഹോംവർക്ക് എഴുതാനാ പറയണത്. ഒന്നാലോചിച്ച് നോക്കി നിങ്ങൾ, അള്ളാൻ്റെ ഖുർആൻ വെച്ചിട്ടേ ഈ ജാതി ഒത്തോതി കഴിഞ്ഞാൽ അള്ളാഹ് ദുആയിനല്ല ഉത്തരം തരിക. ഞാൻ പറയണില്ല, അപ്പം അങ്ങനെ ആകരുത്. നല്ല നീയത്തോടുകൂടെ ഓതുക. പിന്നെ നമ്മൾ പലപ്പോഴും ദ്വാരക്കുമ്പോൾ ഉത്തരം കിട്ടാത്തതിന് ചില കാരണങ്ങളുണ്ട്. ഉത്തരം കിട്ടാനായിട്ടൊരു 10 കാര്യമാണ്, 10ഓളം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ എന്താണെന്നറിയോ? ബോധ്യം വേണം. ഞാൻ ചോദിക്കണത് ആരോടാ? അള്ളാഹിനോടാണ്, അല്ലേ? അള്ളാഹിനോടാണ് നമ്മൾ ചോദിക്കണത്. ദ്വാരക്കാൻ നിർത്തി പറയണത് പോലെ അല്ലേ, അല്ലാഹുമ്മ ഔസിൽ മിസ്ല സവാബി മാ ഖറഅനാഹു മിനൽ ഖുർആനിൽ അലീം ഹാദിഹി ഹദിയത്തൻ വാസില വറഹ്മത്തൻ നാസില വബറകത്തൻ ശാമില മഖ്ബൂലത്തൻ മർളിയത്തൻ മിന്നാ ഇലാ ഹദ്റത്തിൻ നബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. കഞ്ഞി പഠിച്ചോ നോക്ക്. വൈകുല്ലുല്ലമ്മ. ഈ ജാതി ദുആ എന്തിനാണത്? നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഈ പറയണേ ഞാൻ, അല്ലാതെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ദുആ അരക്കണ പോലാണത്. എന്നിട്ട് ഞാൻ അള്ളാഹിനോട് ചോദിച്ചിട്ട് എൻ്റെ റബ്ബ് എനിക്ക് തന്നില്ല, എടുത്തു വെച്ചേക്കാണ്, ഇപ്പം തരും, നോക്കിയിരുന്നു. അപ്പം ദുആ ബോധ്യം വേണം. ഞാൻ ചോദിക്കണം എൻ്റെ റബ്ബിനോടാന്ന്, എനിക്ക് ആ ബോധ്യം വേണ്ടേ? രണ്ടാമത്തെ എന്താണ്? എന്തെങ്കിലുമൊക്കെ കാര്യം തവസ്സുലാക്കി ദ്വാരക്കാം. ഇപ്പോൾ
ഒരു സ്വതക്ക നമ്മൾ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം നമ്മൾ പറയാറുണ്ട്, കഴിയുന്നവരൊരു 313 കുറയാത്ത, കൂടിയാൽ എത്രയായാലും കുഴപ്പമില്ല, പാവപ്പെട്ട ആളുകളുടെ കണ്ണീരൊപ്പാൻ വേണ്ടിയിട്ട് നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ വെള്ളിയാഴ്ച രാവിലെ, നാളെ രാവിലെ നടക്കുന്ന സ്വഭാവ ലെയറിൽ ഇൻഷാ അല്ലാഹ് കഴിയുന്നവരൊക്കെ ആ ഹദിയ ഇപ്പോൾ ഒന്ന് എന്ത് ചെയ്യുക, നമ്മളെ നേരത്തെ ഒന്ന് സുരുക്കൂട്ടി വെച്ചിട്ട് വെള്ളിയാഴ്ച രാവിലെ അത് റെഡിയാക്കി വെച്ചിട്ട് പിറ്റേന്ന് ഇടാമല്ലോ അല്ലേ. കഴിയുന്നവരൊക്കെ അത് ചെയ്യുക. അതുപോലെ നിസ്കാരം എന്തെങ്കിലുമൊക്കെ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ദ്വാരക്കുക, അല്ലെങ്കിൽ ഓതിയിട്ട് ദ്വാരക്കുക, അല്ലെങ്കിൽ ദിക്ർ സ്വലാത്തൊക്കെ ചൊല്ലിയിട്ട് ദ്വാരക്കുക. എന്തെങ്കിലും ഒരു സംഗതി മുൻനിർത്തി അള്ളാഹിനോട് ചോദിക്കുമ്പോൾ അള്ളാഹ് പെട്ടെന്ന് ഉത്തരം തരും. അതുപോലെ തന്നെ നമ്മൾ നല്ല കാര്യങ്ങൾ, ചെയ്ത കാര്യങ്ങൾ എടുത്തു പറയാം. ഇപ്പോൾ ഗുഹാവാസികളായ 3 ആളുകൾ, ഗുഹയിൽ പെട്ടുപോയ 3 ആളുകൾ, അവർ ചെയ്ത നന്മകൾ എടുത്തു പറഞ്ഞിട്ട് അള്ളാഹ് രക്ഷിച്ച സംഭവം നമ്മൾ ഹദീസിൽ വിശദീകരിച്ചിട്ടുണ്ട് അല്ലേ. അള്ളാഹ് രക്ഷിക്കും. ചെയ്ത നന്മകൾ എടുത്തു പറഞ്ഞിട്ട്, പടച്ചോനെ ഞാനിപ്പോൾ ഈ ഹദിയ ചെയ്തത് നിനക്ക് വേണ്ടിയിട്ടാണ് അല്ലാ, നാട്ടുകാരെ കാണിക്കാനല്ല അല്ലാ, സ്വീകരിക്കണേ പടച്ചോനെ, എൻ്റെ പ്രയാസം നീക്കിത്തരണേ അല്ലാ. അള്ളാഹ് നീക്കിത്തരും. പിന്നെന്താ 4-മത്തേത്, ധൃതി കാണിക്കരുത്. ധൃതി കാണിക്കരുത്. ദ്വാരക്കണോരോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. വേറെ നമുക്ക് 8 മണിക്ക് പോകാനുള്ള കല്യാണത്തിന് ചോറൊക്കെ തീർന്നു, അൽഹംദുലില്ലാഹി ലദീ ഖലഖനാ സുബ്ഹാന. ഇങ്ങനെയൊന്നും അല്ല ദ്വാരക്കണ്ട. ദുആ അള്ളാഹിനോട് ചോദിക്കാണ്. ആ നിലക്ക് തന്നെ ചോദിക്കണം കേട്ടോ. അതുപോലെ തന്നെ 5-മത്തേത്, ഉറച്ച ബോധ്യം. എൻ്റെ റബ്ബ് തരും. ചോദിച്ചോക്കെ കിട്ടി തരുമെന്ന ഉറച്ച ബോധ്യം വേണം. പിന്നെയോ 6-മത്തേത്, ഹൃദയ സാന്നിധ്യം. ഖൽബ് അള്ളാഹുവിലേക്ക്. കഞ്ഞിക്കലത്തിലല്ല, ഹൃദയം വേണ്ടത്. കഞ്ഞി തിളക്കാൻ വെച്ചുകൊണ്ട് നിസ്കരിക്കാൻ വരും. നിസ്കാരത്തിൻ്റെ ഇടയിൽ പടച്ചോനെ തിളച്ച് ഗ്യാസിലാണ് വെച്ചേക്കേണ്ടത്. അല്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാൻ അർറഹീം മാലിക് യൗമിദ്ദീൻ. കഞ്ഞി തിളച്ചിട്ടുണ്ടാവും അല്ലാഹ്. അല്ലെങ്കിൽ മീൻ പൊരിക്കാനിട്ടുണ്ട് വരും. എൻ്റെ ഇക്കാക്ക് ഇപ്പോൾ കയറി വരും, മീൻ പൊരിച്ചതും കൂട്ടി ചോറ് കൊടുക്കണം. വജ്ജഹത്തു വജിഹലില്ലദീ ഖലഖ സമാവാതി വൽ അർദ്. ഒന്ന് ആലോചിച്ചൊക്കെ. അങ്ങനെയുള്ള ആ ഒരു സംഗതി ഉണ്ടല്ലോ, ഖൽബ് അല്ലാഹുവിലേക്ക് കണക്റ്റഡ് അല്ലാത്ത ദുആ അള്ളാഹ്ക്ക് വേണ്ട. അതുപോലെ തന്നെ ദുആ സ്വീകരിക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം, കഴിക്കുന്നത് ഹലാലാകണം. അവരുടെ ദുആ മതി അള്ളാഹ്ക്ക്. ഹറാമൊക്കെ വാരി വലിച്ചിരുന്നിട്ട് എന്ത് ദുആ? അള്ളാഹു നന്നാക്കി തരട്ടെ. 8-മത്തേത്, അഹങ്കാരം പാടില്ല. അള്ളാഹു നീ തന്നോ അള്ളാഹ്. അഹങ്കരിക്കാൻ പറ്റിയ ഒരുത്തനെ അള്ളാഹ് മാത്രമേ ഉള്ളൂ. ഞാൻ വലിയ ആളാണ്, ഞാൻ വലിയ സ്വതക്കൊക്കെ കൊടുക്കണം, ഹാജിയാരാണ്, ഞാൻ 100 ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ആർക്ക് വേണം എൻ്റെ ഹജ്ജ്? ആർക്ക് വേണോടോ? അള്ളാഹിൻ്റെ മുമ്പിൽ വിനയാന്യതനായി ചോദിക്കുക. 9-മത്തേത്, ഫർള് കൃത്യാക്കുക. ഫർള് നിസ്കാരം ഒറ്റൊന്നും മുടക്കരുത് കേട്ടോ. ഫർളായ കാര്യങ്ങൾ കൃത്യാക്കിയിട്ട് ദ്വാരക്കുക. മറ്റൊന്നെന്താ, ഉത്തരം കിട്ടുന്ന സമയങ്ങളൊക്കെ ശ്രദ്ധിച്ചു ദ്വാരക്കുക. അതിൽപ്പെട്ട സമയങ്ങളാണ് വെള്ളിയാഴ്ച രാവും പകലും ഒക്കെ. അപ്പോൾ ഇത്തരം സമയങ്ങളെ വേസ്റ്റാക്കി കളയാണ്ട് മനസ്സറിഞ്ഞു ദ്വാരക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ സ്വീകരിക്കപ്പെടുന്ന മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇന്നലെ നമ്മൾ ചോദിച്ചു, ഡാഷ് തംല ഉൽ മീസാൻ. മീസാൻ എന്ന തുലാസിനെ നിറക്കുന്ന ഒരു ദിക്ർ ഏതാണ്? സുബ്ഹാനല്ലാഹ്. പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഇന്നത്തെ സിമ്പിളായ ചോദ്യം, ഖസീദത്തുൽ ബുർദ എന്ന മനോഹരമായ പ്രവാചക കാവ്യം രചിച്ചത് ആരാണ്? പേര് കമൻറ്റ് ചെയ്യുക, അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമുർറഹീമായ കരുണക്കടലായ റബ്ബേ, പടച്ചോനെ നീ സ്വീകരിക്കണേ അല്ലാ. നിൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളായ അടിമകളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. നീ ഞങ്ങളെ ഹായിബാക്കല്ലേ അല്ലാ. നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ ഒരിടമില്ല അല്ലാ. ഞങ്ങൾ അബലകളാണ്, സാധുക്കളാണ് റബ്ബേ. പടച്ചോനെ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ കൽബിൽ നിന്നോടുള്ള അതിരറ്റ പ്രണയം നൽകണേ അല്ലാ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അതിരറ്റ മഹബ്ബ നൽകണേ അല്ലാ. പാപങ്ങളേറെ ചെയ്തു പോയി പുറത്തു നൽകണേ അല്ലാ. ഒരുപാട് മുറാദുകൾ ഞങ്ങളുടെ മനസ്സിലുണ്ട്, എല്ലാം ഹാസുലാക്കണേ അല്ലാ. മക്കളെ തരണേ അല്ലാ, ജോലി തരണേ അല്ലാ, വീട് തരണേ അല്ലാ, സ്വാലിഹീങ്ങളായ ഇണകളെ നൽകണേ അല്ലാ. അങ്ങനെ തുടങ്ങി എന്തെല്ലാം മുറാദുകൾ ഞങ്ങളുടെ മനസ്സിലുണ്ടോ, അസുഖങ്ങൾ ശിഫയാക്കണേ അല്ലാ. എല്ലാം നീ ഹാസുലാക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. സ്വബാഹുൽ ഖൈർ കുടുംബത്തിൽ നിന്ന് ആരൊക്കെ മരിച്ചു പോയിട്ടുണ്ടോ എല്ലാവരുടെയും ഖബർ നീ സന്തോഷത്തിലാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളടക്കം ഞങ്ങൾക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നിൻ്റെ ത്വാഅത്തിൽ നൽകണേ അല്ലാ. പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാ. പടച്ചോനെ, പരിശുദ്ധ മക്കയും മദീനയും കാണാതെ, ഹബീബിൻ്റെ റൗള കാണാതെ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. പടച്ചോനെ, ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും
താജുദാരേ മദീന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം പ്രത്യേകിച്ച് സ്വബാഹുൽ ഖൈർ കുടുംബത്തെ നീ ഒരുമിപ്പിക്കണേ അല്ലാഹ് ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.